സഹൃദയരായ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഈ സംരംഭത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കന്നി സംരംഭമാണ്. ഇവിടെ താമസിക്കുന്ന 60-നും 85-നും ഇടയിൽ പ്രായമുള്ള യുവമിഥുനങ്ങളാണ് കൂടാതെ അവർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുമാണ് അഭിനേതാക്കൾ. ധാരാളം തെറ്റുകളും ശരികളും കണ്ടെന്ന് വരാം. പക്ഷേ ഒരുപക്ഷെ തെറ്റുകൾ മാത്രമായിരിക്കാം നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ ഈ വയസ്സുകാലത്ത് എന്തിനാണ് ഇത്തരം പൊല്ലാപ്പുകൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. തികച്ചും ഒരു ന്യായമായ കാര്യമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം മാത്രമാണിത്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ഒരുപക്ഷെ പിടിച്ചില്ലെന്ന് വരാം. സാരമില്ല മക്കളെ, സഹനശക്തി നല്ലതാണ്. കേവലം ഒരു സ്റ്റേജ് ഡ്രാമയായി പ്ലാൻ ചെയ്ത് പിന്നീട് ഒരു ഷോർട്ട് ഫിലിമാക്കി മാറ്റാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ സുഹൃത്ത് ഹരിമോഹന്റെ ബലിഷ്ഠമായ കരങ്ങളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം അനുകൂലമാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇതിലെ അഭിനേതാക്കൾക്കും ടെക്നീഷ്യൻസിനും മാത്രമാണ്. ഒരുപക്ഷെ പ്രതികൂലമാണെങ്കിൽ, ഉദാഹരണമായി പൂക്കിവിളി, കല്ലേറ്, തെറിവിളി എന്നിവയാണെങ്കിൽ അത് എനിക്ക് മാത്രം സ്വന്തമാണ്. അനന്ത ലിവിങ്ങിനെ എങ്ങനെ ഒരു ആനന്ദ കുടുംബമാക്കി മാറ്റാം എന്നതാണ് കഥാംശം. ഇനി ഇതിലെ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കുട്ടൻ നായർ, ഗ്രഹനാഥൻ, നാട്ടുപ്രമാണി, മൂരാച്ചി നായർ, ഗ്രാമത്തിന്റെ പടത്തലവൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന വ്യക്തി. താന്തോന്നിത്യം, കൂടപ്പിറപ്പ്. പിടിവാശി കാരണം തനിക്ക് യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചയാൾ. മറ്റുള്ളവർക്ക് ദുഷ്ടനാണെന്ന് തോന്നുമെങ്കിലും ഭാര്യയോടും മക്കളോടും മാത്രം വെളിയിൽ കാണിക്കാൻ മടിയുള്ള സ്നേഹം. അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മിണിയമ്മ. കുട്ടൻ നായരുടെ സഹധർമ്മിണി ആകേണ്ടി വന്നതിൽ ആദ്യകാലത്ത് ദുഃഖിച്ചവൾ. സുന്ദരി, തന്റെ സൗന്ദര്യം കാണിച്ചും പറഞ്ഞും കുട്ടനെ കുട്ടിയാക്കുന്ന വിദ്യ കൈവശം വെച്ചിട്ടുള്ളവൾ. രാമൻ നായർ, കുട്ടൻ നായരുടെ ഒരേ ഒരു അനിയൻ. ശ്രീരാമൻ ലക്ഷ്മണനെപ്പോലെ ഏട്ടൻ എന്തു പറഞ്ഞാലും റാൻമൂളി അനുസരിക്കുന്നവൻ. തന്റെ കാമുകിയെ ഏട്ടന് അനിഷ്ടം കാരണം ത്യജിച്ചവൻ. ചുരുക്കത്തിൽ ഏട്ടന്റെ വിശ്വസ്തനായ അടിമ. ബ്രഹ്മചാരിയായി ഏട്ടനും ഏടത്തിയും ദൈവമാണെന്ന് കരുതി ജീവിക്കുന്നു. വിജയൻ, കുട്ടൻ നായരുടെ മൂത്തപുത്രൻ. കാർബൺ കോപ്പി. ആരെയും കൂട്ടാക്കാത്ത പ്രകൃതം. തന്നിഷ്ടത്തിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് വിദേശത്ത് സെറ്റിലായവൻ. ലിസി, വിജയന്റെ ഭാര്യ. ഒരു ക്രിസ്ത്യൻ യുവതി UK-യിൽ നഴ്സ് ജോലി ചെയ്യുമ്പോൾ വിജയനെ കണ്ടുമുട്ടി.
മോഹൻ, കുട്ടനായരുടെ രണ്ടാമത്തെ പുത്രൻ. അച്ഛൻ്റെ സ്വഭാവം തൊട്ടുതീണ്ടാത്ത ശാന്തപ്രകൃതം. മെഡിസിന് പഠിക്കാനുള്ള അച്ഛൻ്റെ നിർബന്ധം കാരണം തറവാട് വിട്ടുപോയവൻ. ഒരു എഞ്ചിനീയർ ആയ ശേഷം ഒരു പഞ്ചാബി പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അമൃതസറിൽ ജീവിക്കുന്നു. രൂപീണ, മോഹന്റെ ഭാര്യ. ഒരു പഞ്ചാബിയാണെങ്കിലും മലയാളം പഠിച്ചാൽ മാത്രം നമുക്ക് ലവ് ചെയ്യാം എന്ന മോഹനന്റെ റിക്വസ്റ്റ് ഇമ്മീഡിയറ്റായി അക്സെപ്റ്റ് ചെയ്തവൾ. ലേഖ, കുട്ടനായരുടെ മൂത്തമകൾ. അച്ഛന്റെ പ്രൗഢിയിലും തറവാടിത്തത്തിലും ഉറച്ചു വിശ്വസിക്കുന്നവൾ. കുട്ടനായർക്ക് മോഹനെ മെഡിസിന് വിടാൻ പറ്റാത്ത ദുഃഖം ലേഖയിലൂടെ നിഷ്പ്രയാസം നടപ്പാക്കി. മെഡിസിന് പഠിക്കുമ്പോൾ ഒരു പുതിയ ലൈൻ പ്ലാൻ ചെയ്തുവെങ്കിലും അച്ഛൻ്റെ മുഖഭാവം ഓർത്ത് ലേഖ തളർന്നു. കുട്ടനായർ പെട്ടെന്ന് തൻ്റെ മരുമകനായ ഡോക്ടർ സുഗുവിനെ കൊണ്ട് ലേഖയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ലേഖ തറവാട്ടിലെ ഏക ട്രബിൾ ഷൂട്ടറായി മാറി. ഡോക്ടർ സുകുമാരൻ, ലേഖയുടെ ഭർത്താവ്. സൗമ്യൻ, കുട്ടനായരുടെ അനന്തരവൻ, അളന്നു മുറിച്ച് സംസാരശീലമുള്ള ആൾ. ചന്ദ്ര, നാണം കുണുങ്ങി എപ്പോഴും ചിരിച്ച മുഖം, അധികം സംസാരിക്കാത്ത പ്രകൃതം. ചെന്നൈയിൽ PG ചെയ്യുമ്പോൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു ബ്രാഹ്മണ യുവാവുമായി ചങ്ങാത്തം. അച്ഛൻ്റെ മുഖം സ്വപ്നത്തിൽ കാണുമ്പോൾ പോലും ഞെട്ടിവിറയ്ക്കുന്നവൾ. ഇത്തരക്കാരി സ്നേഹിതന്റെ സാന്നിധ്യം എങ്ങനെ മാറ്റം ഉണ്ടാക്കാം എന്ന് തെളിയിച്ചവൾ. ഹരി, ചന്ദ്രയുടെ ഭർത്താവ്. തമിഴ് ബ്രാഹ്മണൻ, സംസാരപ്രിയൻ. ഒട്ടും സംസാരിക്കാത്ത ചന്ദ്രയെ എങ്ങനെ ഒരു ഒറേറ്ററാക്കി മാറ്റാം എന്ന് പ്രൂവ് ചെയ്തയാൾ. സരസൻ. അമ്മു, കുട്ടനായരുടെ അരുമ സന്തതി. വായാടി, സിനിമാ ഭ്രാന്തി. ഒരു സിനിമ കണ്ടാൽ ഉടനെ ആ ക്യാരക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവൾ. ഇന്നലെ ഭാർഗവി നിലയം എന്ന സിനിമ കണ്ടു, ഇന്നും ഭാർഗവിയായി മാറി. അമേരിക്കയിൽ PhD ചെയ്യാൻ പോയ ഉടൻ തന്നെ കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നു. വിവാഹം കഴിച്ച് അച്ഛനെ പേടിച്ചു തിരട്ടി വരണ്ടെന്ന് തീരുമാനിച്ചു. മൂത്ത സഹോദരിയെ അപ്പോഴപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പാലക്കാട്ടിലെ പേരുകേട്ട മങ്ങാട്ട് തറവാട്. കുട്ടനായരുടെ അച്ഛൻ കൃഷ്ണൻ നായർ കാരണവരായി വിലസുന്ന കാലം. 10,000 പറ പാട്ടം വരുന്ന കൃഷിസ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് കാടുകൾ, 100 കണക്കിന് അടിയാളുകൾ. മരുമക്കത്തായം കത്തി നിൽക്കുന്ന കാലം. മക്കളും മരുമക്കളുമായി 100 കണക്കിന് ആളുകൾ താമസിച്ച വലിയ തറവാട്. ആഢ്യത്വത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന കാലം. കുട്ടനായരുടെ അച്ഛൻ കൃഷ്ണൻ നായർ മുൻകോപിയും തന്നിഷ്ടക്കാരനുമായതിനാൽ ആരും അടുക്കാൻ ഭയപ്പെടുമായിരുന്നു.
പരസ്ത്രീകളോട് രഹസ്യമായി ബന്ധം പുലർത്തുന്ന ആളായതിനാൽ പൂർവികർ സമ്പാദിച്ച സ്വത്ത് പകുതിയാക്കുന്നതിൽ വിജയിച്ചു. അച്ഛന്റെ മരണശേഷം കുട്ടൻ നായർ ഭരണം ഏറ്റെടുത്തപ്പോൾ 1-2 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അച്ഛന്റെ പ്രവൃത്തികൾ പിന്തുടർന്നു. സ്വത്ത് നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നതിൽ അഗ്രഗണ്യൻ. തന്റെ ദുർവാശി കാരണം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു. ഇത്രയും വലിയ തറവാട്ടിൽ ഓരോരുത്തരായി അച്ഛനിൽ നിന്നും അകന്നുപോയി. വളരെ കാലത്തിനു ശേഷം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ദുഃഖിതനായി മൗനിയായി തറവാട്ടിൽ കുറെക്കാലം കഴിഞ്ഞുവെങ്കിലും കുട്ടൻ നായർ ഒടുവിൽ ഭാര്യയെയും അനിയനെയും കൂട്ടി അനന്ത ലിവിംഗ് റിട്ടയർമെന്റ് ഹോമിലേക്ക് താമസം മാറ്റി. മക്കളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി എന്നറിയാമോ? അവരൊന്നും വരില്ല അമ്മണി. ഞാൻ അത്ര ദുഷ്ടത്തരമല്ലേ അവരോട് ചില ചെയ്തത്. നിനക്കെങ്കിലും എന്നെ തടുക്കായിരുന്നില്ലേ? ഞാൻ തടുക്കാമെന്നുണ്ടെങ്കിൽ എന്നെയും പറഞ്ഞയക്കും. ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ രാമ? ഇതൊക്കെ ഏട്ടന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഏട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അന്നത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. കുട്ടികളാകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, കുറച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, അവർ പോയി എന്ന് മാത്രം എടുത്താൽ മതി. വേറെ ഒന്നും അങ്ങനെ അതിന് വേറെ ഒരു അർത്ഥത്തിൽ എടുക്കണ്ട. എന്തായാലും നിന്റെ ദൈവമുണ്ട് ഇവിടെ എത്തിച്ചേർന്നു. കുറച്ച് സന്തോഷമുണ്ടെന്ന് പറയാൻ കാണാൻ കുറെ ആൾക്കാരുണ്ട്, വർത്തമാനം പറയാൻ ആൾക്കാരുണ്ട്. നീ ഉള്ള കാരണം ഏകാന്തതയില്ല. അല്ലെങ്കിൽ എന്താ നമുക്കുള്ളത്? ഇപ്പൊ ഏട്ടന് എടുത്തേക്കും ഒരു കാര്യം ചോദിക്കട്ടെ. എടുത്തേക്കും അനന്ത ഇഷ്ടമായി? അമ്മയ്ക്ക് ഇഷ്ടമായി. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഏട്ടനെ എടുത്തേക്ക് ഇഷ്ടമാണ്. ഏട്ടന്റെ 84ാമത്തെ പിറന്നാൾ ഇപ്പൊ വരുന്നുണ്ട്. ആ 84ാമത്തെ പിറന്നാൾ ഏട്ടന് വയസ്സായി എന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടാവും. 84ാമത്തെ പിറന്നാൾ വരുമ്പോ നമുക്ക് ഇവിടെ ഒരു ഞാനും ലേഖയും കൂടി ഒരു ചില പരിപാടികളൊക്കെ ഒപ്പിച്ചെടുക്കാൻ പോകും. അപ്പൊ അതിന് ഏട്ടന്റെ സമ്മതം തന്നാൽ ഞങ്ങൾ അതിന് മുമ്പോട്ട് പോവാം. വയസ്സുകാലമൊന്നും ഇല്ല ഏട്ടാ. ഏട്ടന് വളരെ സന്തോഷമായി. കുട്ടികളൊക്കെ ഇപ്പൊ പറന്ന് വരണ കണ്ടോളൂ ഞങ്ങൾ ചെയ്യണ പ്രോഗ്രാമിൽ. ഞാൻ എന്റെ പ്ലാൻ ഞാൻ പറയുന്നത് ലേഖ തന്നെ പറയട്ടെ. ഞാൻ ലേഖയെ വിളിക്കാം. ലേഖ വരും. സുഖമാണ്, എനിക്ക് സുഖം തന്നെ. നിങ്ങളെ സന്തോഷത്തിൽ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അച്ഛൻ്റെ പിറന്നാളൊക്കെ വരികയാണ്. നമ്മളിങ്ങനെ അകന്നു നിൽക്കുന്ന കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് അനന്തയിലേക്ക് ഇപ്പോൾ അച്ഛനമ്മയും മാറിയത് അവരെ അറിയിക്കുകയും ചെയ്യാം. എല്ലാവരെയും വിളിച്ച് നമുക്കൊരു കുടുംബ സംഗമം അത് അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി. വ്യാഴാഴ്ച കൂടി എല്ലാ പരിപാടികളും ചെയ്തോളാം. എനിക്ക് വിശ്വാസമില്ല ഈ കാര്യത്തിലേക്ക് എല്ലാവരും ഓടിപ്പിക്കാനും ചേർക്കാനും അറിയാം. പക്ഷെ എന്റെ പെരുമാറ്റം അനുസരിച്ച് ഈ പിള്ളേരായിട്ട് വരുമെന്ന് എനിക്ക് വിശ്വാസം. ഒരു കാര്യം പറയട്ടെ, അച്ഛൻ 84ാം പിറന്നാൾ വരികയാണ്. എല്ലാവരെയും അറിയിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും അനന്തയിലേക്ക് മാറിയ കാര്യം അവരെ അറിയിക്കാം. എന്നിട്ട് നമുക്ക് അച്ഛൻ്റെ പിറന്നാളിന് ഒരു കേക്ക് കട്ടിങ്ങും ഒരു നല്ലൊരു പാർട്ടിയൊക്കെ നടത്താം. കൂടാതെ വൈകുന്നേരം ആന്റണിയുടെ വക ഒരു അടിപൊളി സദ്യ നടത്താം. എല്ലാവരും വരും അച്ഛാ. എനിക്ക് തീർച്ചയായും ഇങ്ങനെയൊക്കെ മോള് പറയുന്ന കാരണം ഞാൻ പറഞ്ഞ ശരിയല്ല അമ്മേ. അപ്പം നമുക്ക് ഏട്ടന്റെ സമ്മതം മാത്രമേ ഉള്ളൂ. കുട്ടികൾ ചെയ്തോളും. അവരെ പറഞ്ഞല്ലേ ഇരിക്കണം. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞില്ലേ അത്രയും ആവശ്യം. നമുക്ക് അല്ലേ? ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കട്ടെ. അവര് പുറത്ത് കാത്തു നിൽക്കുക. കുറെ നാൾ അതിനെ കണ്ടിട്ട് ഞാൻ ഓരോരുത്തരായിട്ട് അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ചേട്ടനെ ഏട്ടനെ കൂട്ടിയിട്ട് വരും. അച്ഛൻ ആരാന്ന് മനസ്സിലായോ?
നല്ലോണം സൂക്ഷിച്ചു നോക്കൂ. വിജയത്തിലാണ് ഇത് അടിക്കാൻ. നിന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല വിദ്യ. നിന്റെ തലമുറ ഒക്കെ വെളുത്തു പോയല്ലോ. അച്ഛൻ എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. എന്റെ ഭാര്യ ലിസി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തറവാട്ടിൽ നിന്റെ ഇഷ്ടത്തിന് വേറൊരു പെണ്ണിനെ കൊണ്ടുവരാൻ ആലോചിക്കേണ്ട പ്രസംഗി. ഞാൻ പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ മൂത്ത് നിറച്ച് അവിടെ തന്നെ ഇരുന്നോ. നിങ്ങൾ ഒരാളുടെ പിടിവാശി കാരണമാണ് എനിക്ക് നാടുവിടേണ്ടി വന്നത്. നിങ്ങൾക്ക് മാത്രം ഇഷ്ടത്തിന് നിർബന്ധിച്ച് അമ്മയെ വിവാഹം കഴിക്കാം, പക്ഷെ എനിക്ക് പാടില്ലത്. എന്ത് കഷ്ട. അതുകൊണ്ട് ഈ തറവാട്ടിൽ ഞാൻ ഇനി ഇരിക്കുന്നില്ല, ഇപ്പോൾ തന്നെ സ്ഥലം വിടുകയാണ്. വളരെ സന്തോഷം. ഇത് കൊള്ളാൻ വേണ്ടോ? ഇത് കൊണ്ടുവന്നോ? അച്ഛാ, അച്ഛന് സുഖാണോ അച്ഛാ? ഒക്കെ നന്നായി പോണു അച്ഛാ. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ രൂപിനെ വിവാഹം കഴിച്ചിട്ട് അവൾക്ക് തിരക്കുള്ള കാരണം എൻ്റെ കൂടെ വരാൻ പറ്റില്ല. പക്ഷെ അച്ഛനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ അവിടെ ഒരുമിച്ച് കാണണ്ടേ മോനെ? അവള് വരും, 2 ദിവസം കഴിഞ്ഞ് വരും. അമ്മേ, வாங்க வாங்க மாப்பிள்ளை, எப்படி இருக்க? நல்லா இருக்கேன். நீங்க எப்படி இருக்க? உடம்பெல்லாம் சுகமா? நீங்க எப்படி இருக்க? നന്നായി പോയി. നീ ഇപ്പോഴും മിണ്ടാപ്രാണി തന്നെയാണോ? അതൊക്കെ പഴയ കാലം അച്ഛാ. കല്യാണം കഴിഞ്ഞ പിന്നെ ഹരി എന്നെ ഒരുപാട് മാറ്റി. എന്നോട് ക്ഷമിക്കണം അച്ഛാ. എനിക്ക് ഒരുപാട് നാളായി അച്ഛനെ അമ്മയെ ഒരു കാണുന്നുണ്ടായിരുന്നു. രണ്ടുപേരും വന്ന് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വിചാരിച്ച് ഞാൻ ഇത്രയും നാളും വരാതിരുന്നതാ. പക്ഷെ അങ്ങനെ എപ്പോഴും ജോലി എന്നൊരു വിചാരമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇനി ഞാൻ കുറെ നാൾ അമ്മയുടെ അച്ഛനെ കൂടെ നിന്നിട്ടേ പോകുള്ളൂ. ഞാൻ ഇനി കുറെ നാൾ ഇരിക്കും. അച്ഛൻ പ്ലീസ്. അങ്ങനെ കൊച്ചു പറഞ്ഞത് എങ്ങനെയാ? അങ്ങനെ കാണിക്കണം. ശരി ശരി, ഇനി എല്ലാവർക്കും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് വന്നത്. അച്ഛനെ എങ്ങനെ നേരിടുമെന്ന് ആലോചിച്ച്. ഇപ്പൊ അച്ഛൻ ഒരുപാട് മാറിപ്പോയി കുട്ടി. നിങ്ങളെല്ലാരും പോയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ കാണാം. പിന്നെ വയസ്സുമായില്ലേ. ചന്ദ്രയ്ക്ക് ഞാൻ എത്ര ധൈര്യം കൊടുത്താലും ഭയന്തിയില്ല. പെരിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു സമാധാനം. എനിക്കറിയാം അച്ഛൻ എന്നെ കണ്ട ദേഷ്യമൊക്കെ മാറുമെന്ന്. അയാൾ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ അന്നേ അച്ഛനെ കാണാൻ വന്നേനെ. നീയും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. എനിക്കും ലേഖ ചേച്ചി പറഞ്ഞാണ് നിന്റെ കല്യാണം കഴിഞ്ഞ വിവരം തന്നെ അറിഞ്ഞത്. ലേഖ ചേച്ചിയാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇനിയെങ്കിലും എല്ലാരും തമ്മിൽ കണക്ഷൻ ഉണ്ടാവണം. അച്ഛനും അമ്മയ്ക്കും വയസ്സായി വരിക. ഇളയച്ചൻ എപ്പോഴും കൂടെ ഉള്ളതാണ് ഒരു സമാധാനം. ഏട്ടന്റെ സ്വഭാവം എങ്ങനെയാ എടുത്തിയമ്മേ? ഇപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുമോ? ദേഷ്യം പെട്ടെന്ന് വന്നാലും സ്നേഹമുള്ളവനാണ്, അത് തീർച്ച. ലവ് ചെയ്യുമ്പോൾ ദേഷ്യമൊന്നും കണ്ടില്ലായിരുന്നു മോളെ. കല്യാണം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ പുറത്തു വരാൻ തുടങ്ങി. ലേഖ പറഞ്ഞത് ശരിയാട്ടോ. ദേഷ്യമുണ്ടെങ്കിലും അപ്പോൾ തന്നെ മാറും. പിന്നെ അതിലിരട്ടി സ്നേഹം കാണിക്കും. അതാ സമാധാനം. ഞാൻ നിങ്ങളുടെയൊക്കെ വിവരങ്ങൾ ഇടയച്ചനെ അറിയിക്കുമായിരുന്നു. ഇളയച്ചൻ അച്ഛന്റെ നല്ല മൂഡ് നോക്കി കുറേശ്ശെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. മോഹനേട്ടൻ എങ്ങനെ രൂപിണിയെ കണ്ടുപിടിച്ചു? ഞാൻ താമസിക്കുന്ന അടുത്തായിരുന്നു രൂപിണിയുടെ വീട്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തവരാണ്. അവിടെ അവളെ കണ്ടിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ഞങ്ങൾ അങ്ങോട്ട് അടുത്തു. ആദ്യം അവർക്ക് എതിർപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് രൂപിണിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. ചന്ദ്ര, ഹരി എങ്ങനെ, നല്ല സ്വഭാവമാണോ? അതെ, കൂടുതൽ സംസാരിക്കും എന്നേയുള്ളൂ.
അത് നീ അധികം സംസാരിക്കാത്തവളായതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എത്ര കാലമായല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട്, അല്ലേ അമ്മേ? സ്റ്റാർട്ടിങ്ങിൽ പറയാം. അനന്ത ചുറ്റിക്കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. റിട്ടയർ ചെയ്താൽ ഇവിടെ തന്നെ ഒന്ന് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. മോഹൻ, നിന്റെ അഭിപ്രായം എന്താ? അച്ഛനും മോനും മക്കളും എല്ലാവരും കൂടെ വരണ്ടേ? എനിക്കും ഇഷ്ടമായി കേട്ടാ. നമുക്ക് ബുക്ക് ചെയ്യാം. എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടാമല്ലോ. ബോറടിച്ചാൽ ഇടയ്ക്ക് ലേഖയുടെ അടുത്ത് തറവാട്ടിൽ ഒരാഴ്ച പോയി നിൽക്കാമല്ലോ. ഞാൻ വേറെ ബുക്കൊന്നും ചെയ്യില്ല അച്ഛ. അച്ഛന്റെ വീട്ടിലൊരു റൂം എനിക്കാണ്, അല്ലേ അച്ഛാ? എന്നാലും നോക്കിക്കളയാം. കുഴപ്പമൊന്നുമില്ല മാമേ. ഇത് എക്സൈറ്റ്മെന്റിനോട് ഉണ്ടായതാണ്. സന്തോഷം വന്നാലും എനിക്ക് ഇരിക്കാൻ വയ്യേന്നു. എന്നാലും അച്ഛാ, ഞാനൊരു ഡോക്ടറല്ലേ, അച്ഛൻ എന്നെ വിളിക്കാത്തേ? എന്റെ മോളെ ഒന്നാമത് മോളെ വിളിച്ച് എനിക്ക് എനിക്കറിയാം, അല്ലെങ്കിലും അങ്ങനെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേട്ടനെ കണ്ടിട്ടുള്ളൂ, എന്നെ വിളിക്കുകയില്ല. വിശ്വാസമില്ല. അങ്ങനെയൊന്നും പറയരുത്. വെറുതെ അച്ഛനും അമ്മയും കൂടെ കട്ടി. അമ്മയ്ക്ക് കൊടുത്തോ? അമ്മയ്ക്ക് കൊടുക്കാതിരിക്കാനായിട്ട്
നിനക്കൊരു വലിയൊരു കാര്യം തരാം. അച്ഛാ അല്ലെങ്കിൽ ഞാൻ തടിയാ അമ്മയ്ക്ക് കൊടുക്കാതിരിക്കാനാണ് വിദ്യാലയം. അമ്മക്ക് വലിയ പീസ് അമ്മയ്ക്ക് കൊടുക്കാതിരിക്കാനായിട്ട് അമ്മ മരുമോൾ കൊടുത്തു അച്ഛാ നിനക്കൊരു വലിയൊരു കാര്യം തരാം. അച്ഛാ അല്ലെങ്കിൽ ഞാൻ തടിയാ സുപ്രീം കോടതി അല്ലേ? അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അങ്ങനെ വർഷങ്ങളായി അകന്നു നിന്നവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു ആനന്ദ കുടുംബമാക്കി അച്ഛൻ്റെ 84-ാം പിറന്നാളും 2023 എന്ന പുതുവർഷത്തെയും ഒന്നിച്ചു പുൽകി.